എന്തൊരു സുധിയേട്ടന്റെ പേരിന്റെ ഇപ്പൊ കുറെ പേര് ചേഞ്ച് വെച്ച. വ്ളോഗേഴ്സ്, അതായത് എന്നെ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സ് പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് മാറ്റുന്നത്. എനിക്ക് സൗകര്യമില്ല, കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ബ്രൈഡും ഗ്രൂമുമായി എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവുകൾക്ക് എടുത്ത് ട്രോളാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഹലോ, അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷെ എൻ്റെ ബിസി തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈം ഉള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ, സോ ലവ് യു സോ മച്ച് സുധി. ബൈ. സുധിച്ചേട്ടൻ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് രേണു സുധി ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ആ സുധിച്ചേട്ടൻ തന്നെ എല്ലാ അർത്ഥത്തിലും ഔട്ടായിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു രേണു തന്നെ. ഇനി ഇതിൽ കൂടുതൽ എന്തു വേണം? നാട്ടുകാർ പറയുന്നതിലാണ് തെറ്റ്. നാട്ടുകാർ പലരും പറയുന്നുണ്ട് ഈ രേണു സുധി എന്ന ആ ഒരു പേര്, അതിൽ സുധി മാറ്റുക, രേണു മാത്രം മതി എന്ന തരത്തിൽ പലരും പറയുന്നുണ്ട്. അതിനെതിരെ ഈ പറയുന്ന രീതിയിൽ രേണു തന്നെ രംഗത്ത് വന്നുകൊണ്ട് പലതുമൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്, അതൊക്കെയാണ് നമ്മൾ കേട്ടതെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ ആ ഒരു വലിയ കാര്യം സംഭവിച്ചിരിക്കുകയാണ്. അതായത് രേണു സുധിയുടെ ഫോട്ടോ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ DP ആയിരുന്നത് മാറ്റിയിരിക്കുന്നു. അതായത് ഇത്രയും നാള് എനിക്ക് തോന്നുന്നു രേണു ആ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത അന്നു മുതൽ ഇട്ടിരുന്ന ഒരു ഫോട്ടോയാണ് സുധിയുടെ ഫോട്ടോ. ആ ഫോട്ടോ ഇപ്പോൾ കാണുവാനില്ല. പകരം രേണുവിൻ്റെ ഒരു പുതിയ ഫോട്ടോ അതിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ ഔട്ടായിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും. ഇപ്പോൾ സമാധാനമായല്ലോ എല്ലാവർക്കും. അപ്പോൾ നാട്ടുകാർ പറയുന്നതിലാണ് കുറ്റം, അല്ലാതെ ഈ രേണു ചെയ്യുന്ന പ്രവർത്തികളും കാര്യങ്ങളൊന്നും അല്ല. നാട്ടുകാർ പറയുന്നതിലാണ് കുറ്റങ്ങളെന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം. എന്താ പറയുക, നമ്മൾ ഈ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അത് രേണു സുധിയുടെ കാര്യത്തിൽ അതെന്തായാലും ഏകദേശം ശരിയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ എന്തിന്, സുധിച്ചേട്ടൻ്റെ പേരെന്തിന്, അതൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ എല്ലാ അർത്ഥത്തിലും. രേണു ബ്രാൻഡായിട്ട് രേണു ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇനി സുധിയുടെ പേരും കാര്യങ്ങളും അല്ലെങ്കിൽ സുധിയുടെ ഫോട്ടോയൊക്കെ തന്നെ DP ആക്കി ഇടേണ്ട ആവശ്യമില്ല എന്ന് ചിലപ്പോൾ രേണുവിന് തോന്നിക്കാണും. അതായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ DP ഒക്കെ തന്നെ കുറേ നാളെ ശേഷം, ഇപ്പോൾ എനിക്കത് വർഷങ്ങളായി ഈ ഒരു DP, അതായത് രേണു ഈ പേജ് എപ്പോഴാണോ തുടങ്ങിയത് അപ്പം മുതലുള്ള ഒരു പ്രൊഫൈൽ പിക്കായിട്ട് ഇട്ടിരിക്കുന്ന കാണുന്നത്, അതാണ് ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ മാഞ്ഞു പോയിരിക്കുന്നത്. അതായത് ഇപ്പോൾ രേണുവായി കഴിഞ്ഞിരിക്കുന്നു. ആ ഫോട്ടോയിൽ കാണാൻ പറ്റുന്ന രേണുവിൻ്റെ പേജിൽ സുധിച്ചേട്ടനൊക്കെ പോയടേ. എന്നിട്ടും സുധിച്ചേട്ടൻ്റെ പേര് ഇപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്, സുധിച്ചേട്ടൻ അതാണ്, സുധിച്ചേട്ടൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അതിനൊരു കുറവുമില്ല. ഫോട്ടോയും കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് കളഞ്ഞിരിക്കുന്നു. പകരം രേണുവിൻ്റെ പുതുപുത്തൻ ട്രെൻഡിങ് ഫോട്ടോ ഇപ്പോൾ പ്രൊഫൈൽ പിക്കായിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. കൊള്ളാം. ഇനിയും എന്തെല്ലാം കാണാൻ കിടക്കുന്നു, ഇനിയും എന്തെല്ലാം വരാനിരിക്കുന്നു. ഇപ്പോൾ പുതുതായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് രേണുവിൽ സംഭവിച്ചിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഒരാൾക്ക് ഇത്ര രൂപ വെച്ചിട്ടാണ് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നത്. എക്സ്ക്ലൂസീവ് കോണ്ടന്റുകൾ ഞാൻ തരാനായി പോവുകയാണ് എന്നുള്ളത് രേണു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്തേ ഇത്ര വൈകിപ്പോയത് എന്നാണ് രേണുവിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത്. രേണുവിന് ഇതിന് മുന്നേ തുടങ്ങാനായിട്ടുള്ള ഒരു ഇതായിരുന്നു, പക്ഷെ കുറച്ചൊന്ന് ലേറ്റായി പോയി. സാരമില്ല, കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ രേണുവിന് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തന്നെ രേണു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെഗറ്റീവ് ഓളികൾ ഈ പറയുന്ന രീതിയിൽ റിവ്യൂസ് ഇടുന്ന അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്നവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് രേണു തന്നെ പറയുന്നത്. നാട്ടുകാർ ഇതൊക്കെ പറയുന്നതാണ് കുറ്റം. രേണു ഓരോന്ന് ചെയ്ത് കാണിച്ച് കൂട്ടുന്നതിനൊന്നും തന്നെ ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് അവസാനം സുധിച്ചേട്ടൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ആ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ പോലും ഇപ്പോൾ രേണുവിന് വേണ്ട. അതൊക്കെ തന്നെ അങ്ങനെ മാറ്റി ഇപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള രീതിയിൽ എക്സ്ക്ലൂസീവ് കോണ്ടന്റുകൾ കൊടുക്കാനും എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ രേണുവിൽ നിന്ന് ഇനി സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തിരിക്കുക. പല സംഭവ വികാസങ്ങളും കാണാനായിട്ട് ഇനി സംഭവിക്കാനായിട്ടുള്ള ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അതിൽ നിലവിൽ രേണു ഇപ്പോൾ എയറിലാണെങ്കിൽ ചിലപ്പോൾ ഇനി ബഹിരാകാശത്തോട്ട് എത്താനായിട്ടുള്ള വല്ല പ്ലാനാണെന്നാണ് തോന്നുന്നത് എനിക്ക്. കാരണം എന്ത് കാര്യമുണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഏണി വെച്ച് പിടിക്കുക എന്നുള്ള ഒരു ശൈലിയാണ് രേണു ഇപ്പോൾ പിന്തുടരുന്നത് എന്ന് പറയുന്നത്.
അതിൽ ഒരു സംശയമില്ല. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കണം, ഇങ്ങനെ എന്താ പറയുക മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകണം എന്നുള്ള ഒരു ചിന്തയിൽ എന്ത് നെഗറ്റീവായാലും എന്ത് ചളിയായാലും എന്ത് കാര്യമായാലും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. നാട്ടുകാരെന്നെ തെറി വിളിച്ചാലും കുഴപ്പമില്ല, എന്നെ അപരാധം പറഞ്ഞാലും കുഴപ്പമില്ല, ഇനി എന്ത് തെണ്ടിത്തരം പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കും. വല്ലാത്ത തൊലിക്കെട്ടി തന്നെ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതാ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളും ആരംഭിച്ചിരിക്കുന്നു. സുധിച്ചേട്ടൻ്റെ ഫോട്ടോ പതുക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എല്ലാം രേണു ആയിരിക്കുന്നു. ഇപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണാതെ.